റീഡിന്റെ 3 ഫോമിലും സ്പെല്ലിംഗ് ഒരുപോലെ തന്നെയാണ്, പക്ഷെ പറയുന്നത് റെഡ് എന്നാണ്. അവസാനത്തെ 2 റെഡ് എന്ന് പറഞ്ഞു കളയും. നമ്മൾ റെഡ് എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ രക്തത്തിന്റെ കളറിനെ റെഡ് എന്ന് പറയില്ലേ, ചുവന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടിയുടെ കളറ് റെഡ് ആണെന്ന് നമ്മൾ പറയുമല്ലോ. അതിന്റെ റെഡിന്റെ സ്പെല്ലിങ് RED ആണ്, റെഡ് എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ റീഡിന്റെ വെർബ് 1 കഴിഞ്ഞിട്ട് വെർബ് 2ഉം 3ക്കും എഴുതുമ്പോൾ READ എന്ന് എഴുതിയിട്ട് പറയുന്നത് റെഡ് എന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ഈ റീഡ്, റെഡ് അങ്ങനെയാണ് 3 ഫോമുകൾ പോകുന്നത്. എന്നിട്ട് അതിന്റെ സ്പെല്ലിങ്ങില് ഒരു വ്യത്യാസമില്ല. പറയുമ്പോൾ ഭയങ്കര വ്യത്യാസം. പറയുമ്പോൾ എങ്ങനെ, ആദ്യത്തേത് റീഡ് എന്ന് പറഞ്ഞു, രണ്ടാമത്തേതിനെ റെഡ് എന്ന് പറഞ്ഞു, മൂന്നാമത്തേതിനെയും റെഡ് എന്ന് പറഞ്ഞു. പക്ഷെ എഴുതുമ്പോൾ 3 ഒരുപോലെ തന്നെ എഴുതും. ഇതാണ് ഈ ഭാഷയ്ക്ക് ഒരു വ്യവസ്ഥയില്ലാത്തൊരു ഭാഷയെന്ന് ഞാൻ പറയുന്നത്. വ്യവസ്ഥയില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ നമ്മളെ കഷ്ടപ്പെടുത്തിയ വേറൊരു വാക്കാണ് സി എന്ന് പറഞ്ഞിട്ട്. സി കഴിഞ്ഞിട്ട് സി എന്ന് പറഞ്ഞാൽ കാണുക, കണ്ടു എന്ന് പറയാൻ സോയായി, SAW സോ എന്നായി. പിന്നെ V3 സീൻ എന്നായി, SEEN സീൻ എന്നായി. അത് നമ്മളായിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറെ ഈ ഇറഗുലർ വെർബ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി വനജാക്ഷി മാഡം ടീച്ചർ ആയതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എത്ര ഇറഗുലർ വെർബ് ഉണ്ടെന്ന് അറിയാമോ ടോട്ടൽ ഇംഗ്ലീഷ് ഭാഷയിൽ? 3% എന്ന് ആൾക്കാർ പറയും. ഒരു 250-ലധികം ഉണ്ട്. കറക്റ്റ് എണ്ണം എനിക്കറിയില്ല. 225 എന്ന് നിങ്ങൾ പറഞ്ഞു. വേറെ ചിലര് പറയുന്നു 250-ലധികം ഉണ്ടെന്ന്. മേഡം ആ ശബ്ദം വരുന്നുണ്ടേ. 250-ലധികം ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യണം? നമുക്ക് ഈ ഭാഷേനെ എങ്ങനെയെങ്കിലും കൈവശം ആക്കണമെന്നുണ്ടെങ്കിൽ 250 ഇറഗുലർ വെർബ് പഠിക്കണമെന്ന് എല്ലാവരും പറയും. പക്ഷെ ഞാൻ പറയുന്നു 250 എണ്ണം നിങ്ങൾ പഠിക്കണ്ട, ഒരു 50 എണ്ണമെങ്കിലും പഠിച്ചാൽ മതി. 200 എണ്ണം നിങ്ങൾ ഉപേക്ഷിച്ചോളൂ. കാരണം ഒരു 50 എണ്ണമെങ്കിലും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇറഗുലർ വെർബുകളുണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ തിന്നുക എന്ന് പറയാനായിട്ട് ഈറ്റ് എന്ന് എല്ലാവരും പറയും. അതിൻ്റെ 3 ഫോം പറയാനായിട്ട് ഭയങ്കര പാടാണ്. മിനി മാഡത്തിന് പറയാമോ ഈറ്റിന്റെ 3 ഫോമുകൾ? കണ്ട, ഈറ്റ് കഴിഞ്ഞാൽ 8 ആയി, അതിന്റെ സ്പെല്ലിംഗ് ATE 8 ആയി. പിന്നെ പറഞ്ഞു ഈറ്റൺ, EATEN. ഒരു ബന്ധം ഇല്ലാതെയാണ് സ്പെല്ലിംഗ് മാറി മറിഞ്ഞു പോകുന്നത്. അതുപോലെ ഇത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറെ സെന്റൻസ് അല്ല, വാക്കുകളാണ്. ഈറ്റ്, വേറൊന്നുണ്ട് കം, വരിക എന്നുള്ളതിന്. കം, കെയിം, വീണ്ടും വരുന്ന കമ്മായി മാറും. എന്നാൽ കെയിം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മാറ്റുന്നില്ല. ആദ്യത്തെ കം എടുത്ത് അവസാനം കൊണ്ടേ വെച്ചു, 3ാമത്തെ പൊസിഷനിൽ വെച്ചു. ഇനി അതുപോട്ടെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ഇറഗുലർ വെർബാണ്, പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, റൈറ്റ്, എഴുതുക എന്നുള്ളതാണ്. അതിന് റൈറ്റ് കഴിഞ്ഞ് റോട്ടായി, പിന്നെ റിട്ടൺ ആക്കി കളയും. അതിന്റെ സ്പെല്ലിങ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മാഡത്തിന് പറയാമോ റൈറ്റിന്റെ സ്പെല്ലിങ്? WRITE. അത് കഴിഞ്ഞ് റോട്ടിന്റെ സ്പെല്ലിങ് പറയാമോ? WROTE. അത് കഴിഞ്ഞ് റിട്ടൺ എന്നാകുമ്പോ എന്തായി? WRITTEN. റിട്ടൺ. ഓക്കെ, അത് 3ഉം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഒരു സ്കൂളിലെ കുട്ടിക്ക് ഇത് 3ഉം പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ആ കുട്ടി എന്ത് ചെയ്തെന്ന് അറിയാമോ? റൈറ്റ്, റൈറ്റഡ് എന്ന് സ്വന്തമായിട്ട് അങ്ങോട്ട് പഠിച്ചു. എന്നിട്ട് മാഷ് ചോദിച്ചു എഴുതിയോ എന്ന് ചോദിച്ചപ്പോൾ ഇംഗ്ലീഷ് ചോദിച്ചു, യെസ് ഐ റൈറ്റഡ് ദ ആൻസർ. നീ ആൻസർ എഴുതിയോ? യെസ് ഐ റൈറ്റഡ് ദ ആൻസർ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മിനി മാഡം? അല്ല, ആ പാവം കുട്ടിക്ക് റൈറ്റ്, റോട്ട്, റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് ആ കുട്ടി ഐ റൈറ്റഡ് ദ ആൻസർ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ലേ നമുക്ക്? എഴുതി, ആൻസർ എഴുതി എന്ന് പറയാൻ ഐ റൈറ്റഡ് എന്ന് പറഞ്ഞാൽ പോരെ?
കുട്ടി പഠിച്ചത് വെച്ചിട്ടാണ് അവൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഗ്രാമർ വളരെ കൺഫ്യൂസ്ഡ് ആക്കണതാണ് മനുഷ്യനെ. ഒരുപാട് കൺഫ്യൂസ്ഡ് ആവണം. അപ്പൊ നമുക്കേ പറ്റുന്നു. അതുകൊണ്ടാണ് എന്നിട്ട് ആ മാഷ് ആ കുട്ടീനെ ചൂരലുകൊണ്ട് അടിക്കുകയും ചെയ്തു, ഐ റൈറ്റഡ് എന്ന് പറഞ്ഞതിന്. മനസ്സിലായോ? അപ്പോൾ ആ കുട്ടിക്ക് അടിയും കിട്ടി, ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഗ്രാമർ ഉള്ളതുകൊണ്ട്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഗ്രാമറിന്റെ നിയമങ്ങൾ ആരാണ് കണ്ടുപിടിച്ചത്? കൊളംബസ് ആണോ, വാസ്കോ ഡി ഗാമയാണോ, ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണോ? ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ആരായാലും വലിയ കൺഫ്യൂഷനാണ് സാർ. അത് കൺഫ്യൂഷനാണ്. അപ്പൊ നമ്മുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കൺഫ്യൂഷനുള്ള ഈ ഗ്രാമറും ഇംഗ്ലീഷും അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കണമെന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ സെർച്ചിൽ ഇറഗുലർ വെർബ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ അതിന്റെ ലിസ്റ്റ് ഇങ്ങോട്ട് വരും. ഒരു 250ഓളം ലിസ്റ്റ് വരും. അതിൽ എന്തോ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു ദിവസം നോക്കിയതാണ്. മെറ്റേഡ് എടുത്ത് ചോദിച്ചു, ഓർമ്മയുണ്ടോ? ക്ലാസ്സിനിടയ്ക്ക് മെറ്റേഡ് ചോദിച്ചാൽ ലിസ്റ്റ് മുഴുവൻ കിട്ടൂല, 250 ലിസ്റ്റും കിട്ടൂല. നിങ്ങൾ ഗൂഗിളിനോട് ചോദിക്കുക, ലിസ്റ്റ് ഓഫ് ഇറഗുലർ വെർബ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 250ലധികം ഇറഗുലർ വെർബുകളുടെ ലിസ്റ്റ് വരും. പക്ഷേ ഈ 250 നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ റൈറ്റ്, കമ്മ്, ഈറ്റ്, സീ, ഇങ്ങനെയുള്ള കുറേ ഒരു 50ഓളം വെർബുകളാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പതിവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ ആ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു 50 എണ്ണം ഇങ്ങോട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ഈ 50 എണ്ണം കാണാതെ പഠിക്കേണ്ടി വരും. പണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ച പോലെ തന്നെ ഈ ഒരു 50 എണ്ണമെങ്കിലും പഠിക്കണം. 50 എണ്ണം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ 25 എണ്ണമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവിതത്തിൽ സംഭാഷണങ്ങൾ നടത്താൻ തെറ്റാതെ നടത്താൻ പറ്റും. ഇത് പഠിച്ചില്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റക്കായി പോകും. മനസ്സിലായോ? ഓക്കെ. ഇനി ഇറഗുലർ വെർബിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം.